മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോസ്മിക്കിൻ്റെ റീഗൽ എന്ന് പറയുന്ന 700C ഹൈബ്രിഡ് സൈക്കിളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ കോസ്മിക്കിൻ്റെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഒരുപാട് പ്രോഡക്ട്സുകൾ ഞാൻ ഡീൽ ചെയ്യുന്നുണ്ട്. അതിൽ ശരിക്കും നല്ല കുറേ പ്രോഡക്ട്സും അവൈലബിളാണ്. അതുപോലെ തന്നെ നമുക്ക് നോർമൽ, അതായത് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സും അവരുടെ അവൈലബിളാണ്. പലരും പറയുന്നൊരു കാര്യമാണ് കംപ്ലൈൻറ്റ് കൂടുതലാണ് എന്നുള്ളതിനെക്കുറിച്ച്. കഴിഞ്ഞ 4-5 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡീൽ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്ട്സിലും പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ അകത്തുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് കൂടുതലും കോസ്മിക്ക് പോലുള്ള ബൈസൈക്കിൾ യൂസ് ചെയ്യുന്നത് കുട്ടികളാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കയ്യിൽ ഏത് സൈക്കിൾ എടുത്ത് കൊടുത്താൽ, സ്കോട്ടാണെങ്കിലും ട്രക്കാണെങ്കിലും ജൈൻ്റ് ആണെങ്കിലും ഏത് സൈക്കിൾ എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞാലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു ലാഘവത്തോടു കൂടി മാത്രമേ ഗിയർ സൈക്കിൾ യൂസ് ചെയ്യുള്ളൂ. എന്നാൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം കോസ്മിക്കിൻ്റെ മെട്രിക്സ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അത് യൂസ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഈവൻ BRMs പോലും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു സൈക്കിൾ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇതിൻ്റെ കോമ്പറ്റീറ്റർ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഫയർഫോക്സിൻ്റെ മിറ്റിയോർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. 29,900 ആണ് അതിൻ്റെ കോസ്റ്റ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്പെക് ബേസിൽ ഈ ഒരു ബൈസൈക്കിൾ അതിനേക്കാൾ കൂടുതലാണ്. ഒരു പടി മുമ്പിലെന്ന് വേണമെങ്കിൽ പറയാം. പ്രൈസ് വൈസോ നമുക്ക് ഒരു 5,000 റുപ്പീസ് കുറവും. ഒരു പക്ഷേ ബ്രാൻഡ് വാല്യൂ ആയിരിക്കാം. പക്ഷേ മിറ്റിയോറിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഫയർഫോക്സിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 3 ഫ്രെയിം സൈസ് അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ വരുമ്പോൾ 19.5 എന്ന് പറയുന്ന ഒരു ഫ്രെയിം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലുള്ളവർക്ക് മാത്രമേ ഈ ഒരു ബൈസൈക്കിൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ നമ്മുടെ സ്റ്റോറിൽ കോസ്മിക്കിൻ്റെ മാനേജേഴ്സൊക്കെ വന്നപ്പോൾ ഞാൻ അവരോട് പറയുകയുണ്ടായി, ഉറപ്പായിട്ടും നിങ്ങളും ഈ പറയുന്ന പോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസിലേക്ക് വരണം. കാര്യം മൾട്ടിപ്പിൾ ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ പല ഹൈറ്റിലുള്ള ആളുകൾക്ക് ബൈസൈക്കിൾ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കാറ്റഗറി ആളുകൾക്ക് മാത്രമേ ഈ ഒരു സൈക്കിൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളുമൊക്കെ നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫ്രെയിമാണ് നോക്കേണ്ടത്. നമ്മൾ ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇത് വരുന്നത് 6061 അലോയ്സാണ് വരുന്നത്. വെൽഡിങ്ങും കാര്യങ്ങളുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന അതേ രീതിയിലുള്ള ഫിനിഷിങ്ങും ഒക്കെ നമുക്ക് ഈ ഒരു വെൽഡിങ്ങിൻ്റെ അകത്തും കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ 2 ബോട്ടിൽ ഗേജ് വരുന്ന സാധനത്ത് പ്രീമിയം ബ്രാൻഡിൻ്റെ അകത്താണെങ്കിൽ 2 ബോട്ടിൽ ഗേജ് വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് 1 ബോട്ടിൽ ഗേജ് മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും വരുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള മിക്ക വണ്ടിക്കകത്തും ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് അല്ല. നമുക്ക് ട്രിനിക്സിൻ്റെ ഫ്രീ 1.0, 2.0 അങ്ങനെയുള്ള വണ്ടിക്കകത്ത് മാത്രമേ ബിലോ 30,000 ഞാൻ ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ്റ്റേണൽ കേബിൾ റൂട്ടിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ഫെൻഡേഴ്സ് വെക്കാനും മഡ് ഗാർഡ് വെക്കാനുമുള്ള ഓപ്ഷൻസും അതുപോലെ ക്യാരർ വെക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളുമൊക്കെ അവൈലബിൾ ആണ്. ഇനി നമ്മളിതിൻ്റെ ഗ്രാഫിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോസ്മിക്കിൻ്റെ എല്ലാ വണ്ടികളുടെയും ഗ്രാഫിക്സ് കിഡുവാണ്. അത് പറയേണ്ട കാര്യമില്ല. കോസ്മിക്കിൻ്റെ ഏത് വണ്ടി എടുത്ത് നോക്കിയാലും ലുക്ക് വൈസ് അവർ 100% പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് ലുക്ക് അടിപൊളിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്രെയിം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പോകേണ്ട ഫോർക്കിലേക്കാണ്. നമ്മൾ ഫോർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് സൂമിൻ്റെ ഫോർക്കാണ് വരുന്നത്. സൂമിൻ്റെ ഫോർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിറ്റിയോറിൻ്റെ അകത്ത് വരുന്നത് 50mm ട്രാവൽ ഫോർക്കാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് 60mm ട്രാവൽ ഫോർക്കാണ് വരുന്നത്. അതിൻ്റെ അകത്ത് അൺബ്രാൻഡഡ് ആണ്. ഇതിൻ്റെ അകത്ത് ബ്രാൻഡഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലോക്കൗട്ടും അവൈലബിൾ ആണ്. മിറ്റിയോറിൻ്റെ അകത്ത് ലോക്കൗട്ട് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് സീൽഡ് ബെയറിങ്സ് ഉള്ള ഹബ്ബാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ റിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നീറ്റായിട്ടുള്ള ഡിസൈനിലുള്ള ഒരു റിമ്മാണ് വരുന്നത്. ഡബിൾ വാളാണ് വരുന്നത്. 36 ഹോളാണ് നമുക്ക് റിംസ് വരുന്നത്. ഇനി നമ്മളിതിൻ്റെ ടയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 735C ടയറാണ് വരുന്നത്. കെൻഡയുടെ ടയറാണ് വരുന്നത്. ഇനി നമ്മളിതിൻ്റെ ഹെഡ്സെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നെക്കോയുടെ ഹെഡ്സെറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റെം ആണെങ്കിലും അതുപോലെ തന്നെ ഹാൻഡിൽ ബാർ ആണെങ്കിലും അലോയ്സ് ആണ് വരുന്നത്. ഇനി സീറ്റ് പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് പോസ്റ്റ് വരുന്നത് അലോയ് അല്ല വരുന്നത്. സീറ്റ് പോസ്റ്റ് വരുന്നത് നമുക്ക് സ്റ്റീൽ സീറ്റ് പോസ്റ്റാണ് വരുന്നത്. സീറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഈ ഒരു സെഗ്മെൻറ്റ് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്തും വരുന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടതിൻ്റെ ഗ്രിപ്പാണ്. ഗ്രിപ്പിൻ്റെ കേസിൽ എനിക്ക് സ്വല്പം പരാതിയുണ്ട്. കാര്യം നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ കോസ്മിക്കിൻ്റെ എൻട്രി ലെവലിൻ്റെ അകത്ത് വരുന്ന അതേപോലത്തെ തന്നെ ഒരു ഗ്രിപ്പാണ് ഞാൻ ഇതിലും കണ്ടിരിക്കുന്നത്. ഒരു 18,000, 19,000 ആ റേഞ്ചിലുള്ള വണ്ടിക്കകത്ത് വരുന്ന അതേപോലെയുള്ള ഗ്രിപ്പാണ് നമ്മളിതിലും കാണുന്നത്. ഗ്രിപ്പിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തായിരുന്നെങ്കിൽ നല്ലതെന്ന് എനിക്കൊരു പ്രത്യേക അഭിപ്രായമുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ബ്രേക്സ് ആണ്.
നമുക്ക് സാധാരണഗതിയിൽ ഡിസ്ക് ബ്രേക്ക്, മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. വൈങ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് ഫ്രണ്ടിലും റിയറിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ കോമ്പോണൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കോമ്പോണൻസിലേക്ക് പോകാം. ഇതിൻ്റെ അകത്ത് മൈക്രോഷിഫ്റ്റഡ് എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഷിമാനോയുടെ ആ ഒരു ക്ഷാമം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമായിരിക്കാം, സ്പെയേഴ്സ് അവൈലബിൾ അല്ല. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുമെന്ന് പറയാം. കാര്യം ക്രാങ്ക് കിട്ടുന്നില്ല, ഫ്രീ വീൽസ് കിട്ടുന്നില്ല, ഒറിജിനൽ ഇങ്ങനെയുള്ള ഒരു പാർട്സും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ മൈക്രോഷിഫ്റ്റ് വീണ്ടും കയറിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വണ്ടിക്കകത്ത് ഫുള്ളി മൈക്രോഷിഫ്റ്റ് എക്വിപ്ഡ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ കമ്പോണൻസ്, മൈക്രോഷിഫ്റ്റിൻ്റെ കോമ്പോണൻസ് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഷിഫ്റ്റേഴ്സാണ് നോക്കേണ്ടത്. ഇതൊരു 3x7 കോമ്പിനേഷൻ വണ്ടിയാണ്. മൈക്രോഷിഫ്റ്റേഴ്സാണ്, 3x7 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്ററിൻ്റെ മോഡൽ എന്ന് പറയുന്നത് TS71 എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഫ്ലാറ്റ് ബാറിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് 7 സ്പീഡ് കെസറ്റിനും കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഷിഫ്റ്റേഴ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ ഷിമാനോ ഷിഫ്റ്റേഴ്സ് കണ്ടതുപോലെ അല്ല, ഇതിൻ്റെ അകത്ത് രണ്ടും പുഷ് ടൈപ്പ് എന്നാണ് പറയുന്നത്. കാര്യം അപ്പ് ചെയ്യുന്നതും ഡൗൺ ചെയ്യുന്നതും പുഷ് ചെയ്യുന്ന മോഡലാണ്. അതുകൊണ്ടാണ് പുഷ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 282 ഗ്രാമാണ് നമുക്ക് ഈ രണ്ട് ഷിഫ്റ്റേഴ്സിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ ഷിമാനോയുടെ 7 സ്പീഡ് MDB ഷിഫ്റ്റേഴ്സുമായിട്ട് അതേ സെയിം കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഷിഫ്റ്റേഴ്സാണ് ഈ ഒരു മൈക്രോഷിഫ്റ്റും എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡീറൈലർ വരുന്നത് മൈക്രോഷിഫ്റ്റിൻ്റെ മിസോ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളതാണ്. ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് FD-M20 എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. ഇത് റിയർ കാസറ്റ് 8 സ്പീഡ് 7 സ്പീഡ് വരെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 24, 34, 42 ടീത്ത് അതിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഡീറൈലറാണിത്. ഇത് ഡ്യുവൽ പുൾ ടൈപ്പാണ്. അതുപോലെ തന്നെ ഇത് 143 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ കോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് 7 സ്പീഡ് 8 സ്പീഡ് MDB കോമ്പാക്റ്റബിൾ ആണ്. ഷിമാനോയുടെ 7 സ്പീഡ് 8 സ്പീഡ് MDBക്ക് ഏതാണോ യൂസ് ചെയ്യുന്നത് അതേ പർപ്പസിൽ തന്നെ നമുക്കിതും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ക്രാങ്ക് വരുന്നത് പ്രോവീലിൻ്റെ ക്രാങ്കാണ്. 24, 34, 42 ടീത്താണ് നമുക്ക് ഇതിൻ്റെ ക്രാങ്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അകത്ത് ഒരു അലോയ് പെഡൽസും അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ ഫ്രണ്ട് ഡിറൈലറിൻ്റെ കാര്യം പറഞ്ഞു, അത് മിസോ ആണ് വരുന്നതെന്നുള്ളത്. എന്നാൽ റിയർ ഡിറൈലർ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് മാർവോ ആണ് വരുന്നത്. മാർവോയുടെ മിസോയും മാർവോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മിസോയെക്കാട്ടിയും ഒരു ലെവൽ മുമ്പിലാണ് മാർവോ നിൽക്കുന്നത്. ഇത് 7 സ്പീഡാണ്. ഇത് ലോങ് ഗേജ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ലോങ് ഗേജ് ആണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 294 ഗ്രാംസ് ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നോർമൽ ഷിമാനോ 7 സ്പീഡ് MDB റിയർ ഡിറൈലേഴ്സുമായിട്ടും ഇത് കോമ്പാക്റ്റബിൾ ആണ്. അതേ പർപ്പസിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം സ്പോക്കറ്റ്സ് എന്ന് പറയുന്നത് 36 വരെ സ്പോക്കറ്റ്സ് ഉള്ള വണ്ടി, 36 വരെ സ്പോക്കറ്റ്സ് ഉള്ള വണ്ടികൾ നമുക്കിത് ഈ ഒരു ഡിറൈലർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 1428 ആണ് നമുക്കിതിൻ്റെ ഫ്രീ വീൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ചെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്രാൻഡഡ് ചെയിനൊന്നും അല്ല കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബൈസൈക്കിൾ കണ്ടു, ബൈസൈക്കിളിൻ്റെ സ്പെസിഫിക്കേഷൻസ് കണ്ടു. ഈ ഒരു ബൈസൈക്കിളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 14,150 ഈ ഒരു ബൈസൈക്കിളിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ കാര്യം വെയിറ്റ് ഈ ഒരു സെഗ്മെൻറ്റിൽ വലിയൊരു ഫാക്ടറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഫാക്ടറൊന്നുമല്ല. പക്ഷേ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ബൈസൈക്കിളിൻ്റെ വെയിറ്റ് എത്രയാണ്? ശരിക്കും ബൈസൈക്കിളിൻ്റെ വെയിറ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ റോഡ് ബൈക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് റേസൊക്കെ ചെയ്യുന്നവർക്കാണ് ഈ വെയിറ്റ് എന്നൊക്കെ പറയുന്നത് ഇത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. നമ്മളെപ്പോലെ സാധാരണ ഒരു ഫിറ്റ്നസ് റൈഡറെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബൈസൈക്കിളിൻ്റെ വെയിറ്റ് ഒരു 1/2 കിലോ അങ്ങോട്ട് കൂടിയോ ഇങ്ങോട്ട് കൂടിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമല്ല. വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം നല്ല സീനിയർ ആയിട്ടുള്ള റൈഡറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നാസറെ പെർഫോമൻസിന് വേണ്ടി ആളുകൾ 1-2 കിലോയുടെ വ്യത്യാസത്തിന് വേണ്ടി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അവർ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, കുറച്ചും കൂടി ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ സൈക്കിളിൻ്റെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന 2 കിലോ 3 കിലോ ആയിരിക്കും. നമ്മൾ ശരിക്കും ഡയറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ തടിയുള്ള ആളുകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്, അവർക്ക് വേണമെങ്കിൽ 10-15 കിലോ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ പൈസ ബൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും ഒരു 100 ഗ്രാം സ്വന്തം ബോഡിയിൽ വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ശരിക്കും നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് MRP 25,000 ആണ് ഇതിൻ്റെ കോസ്റ്റ്. ഇതിൻ്റെ അകത്ത് മൈക്രോഷിഫ്റ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി മൈക്രോഷിഫ്റ്റ് എക്വിപ്ഡ് ആണ് ഈ ഒരു ബൈസൈക്കിൾ വരുന്നത്. ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ 19.5 ഫ്രെയിം സൈസ് ബൈസൈക്കിൾ എടുക്കാൻ താല്പര്യമുള്ളവർ, അതല്ലെങ്കിൽ ഈ ഒരു ഹൈറ്റ് കാറ്റഗറിയിൽ വരുന്നവർക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിറ്റിയോർ 29,900 നിൽക്കുമ്പോൾ 25,000 രൂപ MRPയിലാണ് നമുക്ക് ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്.
ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുന്നു, മിറ്റിയോറിൻ്റെ അകത്ത് ഫ്രെയിം സൈസ് അവൈലബിൾ ആണ്, ഇതിൻ്റെ അകത്ത് ഫ്രെയിം സൈസ് അവൈലബിൾ അല്ല. മിറ്റിയോറിനുള്ള അത്രയും ബ്രാൻഡ് വാല്യൂ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബൈസൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ കോമ്പോണൻറ്റ് ബേസ് ഒരു കാറ്റഗറി 19.5 ഫ്രെയിം സൈസ് കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല അടിപൊളി ഒരു ഓപ്ഷനാണ് റീഗൽ എന്ന് പറയുന്ന ഈ ഒരു ബൈസൈക്കിൾ. ഈ ഒരു ബൈസൈക്കിളിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നിടം വരെ നാസർ സൈനിങ് ഓഫ്.